വിചാരിച്ചത് എന്ന അസൂയ കാരണം ഉയരാൻ സമ്മതിക്കാതെ തടുക്കുകയായിരുന്നു എന്ന് ഇപ്പോഴാ മനസ്സിലായത്. സാർ സാർ മിസ്റ്റർ അഭിറാം, ഞാനാണ് സാർ. നിങ്ങൾക്കൊരു കൊറിയർ ഉണ്ട്. താങ്ക് യു. താങ്ക്സ്. വെൽക്കം സാർ. നിക്ക്. എന്താ മേഡം? ആ കൊറിയർ എവിടുന്നാ വന്നതനിയ? ശ്രീനഗറിൽ നിന്ന് വന്നതാ. ശ്രീനഗറോ? അതെ മേഡം, കാശ്മീരിൽ നിന്നാ. ആ, കാശ്മീരോ? അത്രയും ദൂരത്ത് നിന്ന് അബിക്കാര കൊറിയർ അയക്കുന്നേ? എന്തായിരിക്കും വന്നത്? ഈ അബി പാലെടുത്തോണ്ട് എങ്ങോട്ടാ പോന്നേ? വസുന്ധര, വസുന്ധര, അഖിലിനോർത്ത് വിഷമിച്ചിരിക്കുകയാണോ? അതെ ഏട്ടാ, അഖില് സ്വന്തമായി അധ്വാനിച്ച് ജീവിതത്തിൽ മുന്നേറാൻ വേണ്ടിയിട്ട് ഐഡിയ പറഞ്ഞു കൊടുത്ത്, പക്ഷെ അതിങ്ങനെ ആയിപ്പോയി. അവനെ നമ്മളാരും സപ്പോർട്ട് ചെയ്യുന്നില്ലെന്നാ അവൻ വിചാരിക്കുന്നേ. നമ്മളാരും അവന്റെ ആരുമല്ലെന്നാ പറയുന്നേ. ഭാസ്കരേട്ടൻ പറയുന്നത് പോലെ അഖിലിനൊന്നും തന്നെ അറിയില്ല. അവൻ പറയുന്ന കേട്ട് താൻ വിഷമിക്കേണ്ട കാര്യമില്ല. അല്ല ഏട്ടാ, അഖിലിന്റെ പെരുമാറ്റത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ കാണുന്നുണ്ട്. അവൻ എപ്പോഴത്തെയും പോലെയല്ല സംസാരിച്ച്. എനിക്ക് പേടിയാവുക ഏട്ടാ. അവൻ ഒരുപക്ഷെ നമ്മളിൽ നിന്നൊക്കെ അകന്നു പോകുമോ എന്നുള്ള പേടി. അങ്ങനെ ഒന്നും നടക്കില്ല. അഖിലിനെ പറ്റി എനിക്ക് നന്നായിട്ട് അറിയാം. എന്തോ ഒരു ആവേശത്തിന്റെ പുറത്ത് അങ്ങനെ പറഞ്ഞതാ. അല്ലാതെ ഈ വീടും നമ്മളെയൊക്കെ വിട്ടുപോകാൻ അവൻ അത്രയ്ക്ക് മടയനല്ല. ശരി, അഖില് ചോദിച്ച പണം നമുക്ക് കൊടുക്കാം ഏട്ടാ. അവനെ ഇനിയും നമുക്ക് കഷ്ടപ്പെടുത്തണ്ട. ചുമതലയുടെ എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്യണമെന്ന് താനാണ് അവനെ ഉപദേശിച്ചത്. താൻ പറഞ്ഞ ശരിയാണ്. അഖിൽ ഇപ്പൊ വിഷമിച്ചാലും നാളെ അതവൻ മനസ്സിലാക്കിയിരിക്കും. അപ്പോ അവൻ തന്നെ തന്റെ അടുത്ത് വന്ന് തന്നോട് താങ്ക്സ് പറയും. എന്തോ ആട്ടെ, പക്ഷെ അച്ഛനും അമ്മയ്ക്കും ഒരുപാട് വിഷമമുണ്ട് ഇപ്പോ. അഖിലിനെ കുറിച്ച് ഓർത്ത് അവര് വേദനിക്കുന്നുണ്ട്. അഖിലിനെ നമ്മൾ ഉപേക്ഷിക്കില്ല എന്ന് അമ്മയ്ക്കും അച്ഛനും നന്നായിട്ടറിയാം. അഖിലിനെ കുറിച്ചോർത്ത് താൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട. എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. താൻ സമാധാനമായിട്ടിരിക്കുക. ഈ പ്രശ്നങ്ങളൊക്കെ മനസ്സിൽ വെച്ച് താൻ ടെൻഷനാവണ്ട. താൻ ഇപ്പൊ തന്നെ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്. അത് ബേബിക്ക് അത്ര നല്ലതായിരിക്കില്ല. ബേബിയോ? ആരാ ഈ ബേബി? 1 minute.
ഇപ്പൊ എന്തിനാട്ടാ ഈ പാലൊക്കെ? ഇത് സാധാരണ പാലല്ല, കുങ്കുമപ്പൂ ചേർത്ത പാലാ. വാങ്ങിച്ചോളൂ. കുങ്കുമപ്പൂ കലർത്തിയ പാലോ? അതെന്തിനാ വസുവിന് കൊടുക്കുന്നേ? പ്രഗ്നന്റ് ലേഡീസ് കുങ്കുമപ്പൂ ചേർത്ത പാല് കുടിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഡോക്ടറാണ് പറഞ്ഞത്. അതുകൊണ്ടാ സ്പെഷ്യലായിട്ട് ശ്രീനഗറിൽ നിന്ന് കുങ്കുമപ്പൂ വരുത്തിയത്. നമുക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് നല്ല ആരോഗ്യ സൗന്ദര്യം ഉണ്ടാവണം. ഇരിക്കുക. വസു അപ്പൊ ഗർഭിണിയാണോ? ഭഗവാനെ, ഇതൊക്കെ എപ്പോ നടന്നു? കുങ്കുമപ്പൂവിന്റെ ബോക്സ് ഒന്നേ വാങ്ങിയല്ലോ. ഡോണ്ട് വറി, കാർത്തികയ്ക്ക് മേടിച്ചിട്ടുണ്ട്. പിന്നീട് താൻ തന്നെ കൊണ്ടുപോയി അത് അവൾക്ക് കൊടുത്താൽ മതി. എന്തോ പോലെ ഈ കാര്യം ആരോടും പറയാതെ എത്ര നാളിങ്ങനെ കൊണ്ടുപോകും? പറയണം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നോണ്ടിരിക്കുന്നു. അപ്പോ കൊറേ നാളായി അബി ഈ വിഷയം ഒളിച്ചു വെച്ചതാണല്ലേ? എത്രയും പെട്ടെന്ന് അമ്മയോട് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ടെൻഷൻ അങ്ങ് മാറും. അമ്മയെ കുറിച്ച് ഓർക്കുമ്പോഴേ എനിക്ക് പേടി. ഇതിനാണോ നീ ഇത്രയും നാൾ ടെൻഷൻ അടിച്ചിരുന്നേ? താൻ ഒന്നും കൊണ്ടും പേടിക്കേണ്ട വസുന്ധരെ. നല്ലൊരു സന്ദർഭം വരുമ്പോ ഞാൻ തന്നെ ഈ കാര്യം അമ്മയോട് പറഞ്ഞോളാം. അമ്മയെ ഞാൻ എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്തോളാം. ഓക്കെ അല്ലേ? ഇനി തന്നെ വെറിയിടാവരുത്. ഓക്കെ? താങ്ക്സ് ഏട്ടാ. എന്തിന്? ഇതൊക്കെ ഓർമ്മിച്ച് കുങ്കുമപ്പൂ എനിക്ക് വാങ്ങി തന്നതിന്. അതെന്റെ കടമയാണ് വസുന്ധരെ. ജനിക്കാൻ പോകുന്ന നമ്മുടെ കുഞ്ഞിന് ഞാൻ കൊടുക്കുന്നൊരു ചെറിയ സമ്മാനമാണ്. എടാ അബി, നീ ഇത്രയ്ക്ക് തരന്താണല്ലേ? നിന്റെ അമ്മ വേണ്ടാന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ വസുവും നീയും ചേർന്ന് കുഞ്ഞിനെ പ്രസവിക്കാൻ പോവാണോ? നിങ്ങക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. എന്താ ആന്റി വീടിന് തീ പിടിച്ചതുപോലെ ഒച്ച വെച്ച് ബഹളം ഉണ്ടാക്കുന്നേ? അമ്മേ, ശരിക്കും ഈ വീടിന് തീ പിടിച്ചിരിക്കാടി. എല്ലാം മനസ്സിലായി. കുറച്ചു മുൻപുണ്ടായ അഖിലിന്റെ പ്രശ്നത്തെ കുറിച്ചല്ലേ പറയാൻ പോകുന്നേ? അതൊന്നല്ല, നീ ആദ്യം ആ വാട്ടർ ബോട്ടിൽ എടുത്തതാ. ഈ വാട്ടർ ഉപയോഗിച്ച് വീടിന് പിടിച്ച തീ അണയ്ക്കാൻ പോവുകയാണോ? ഇത് നോക്ക്, നിന്റെ മുഖത്ത് വെള്ളം തളിച്ച് ഞാൻ എണീപ്പിക്കാം. എന്റെ മുഖത്ത് എന്തിനു വെള്ളം തളിക്കണം? ഞാൻ പറയുന്ന കാര്യം നീ കേട്ടാ തലകറങ്ങി വീഴല്ലോ, അതുകൊണ്ടാ. അത്രയ്ക്കും വലിയ ഷോക്കിംഗ് ന്യൂസ് എന്താ ആന്റി? വസു ഇപ്പൊ ഗർഭിണിയാടി. എനിക്കറിയാം നീ തലകറങ്ങി വീഴുന്നു. ആന്റി എന്താ ഈ പറയുന്നത്? വാസു ഏട്ടത്തി ഇപ്പോ പ്രഗ്നന്റ് ആണെന്നോ? ആരാ പറഞ്ഞേ? ആരെങ്കിലും ഒക്കെ പറയുന്നത് ഞാനെന്തിനാ വിശ്വസിക്കുന്നേ? അഭി പറഞ്ഞതാ. ആന്റിയോട് പറഞ്ഞോ? വസുവിനോട് പറയുന്നത് ഞാൻ കേട്ടതാ. അയ്യോ, വീണ്ടും തലകറങ്ങി. എണീക്കേ. അയ്യോ, അതെങ്ങനെയാ സംഭവിച്ചത്? എപ്പോഴാ സംഭവിച്ചത്? എന്നോ നടന്ന കാര്യാന്നാ തോന്നുന്നേ. ഇത്രയും നാളും ഭാര്യയും ഭർത്താവും കൂടി മറച്ചു വെച്ചതാടി. അപ്പോ മോം കഷ്ടപ്പെട്ട് സ്വാമിജി മുഖാന്തരം അമ്മയോട് പറഞ്ഞ കള്ളെല്ലാം വേസ്റ്റ് ആയി പോയെന്നോ? എല്ലാം വേസ്റ്റിൽ തളിച്ച പനിനീര് പോലെ ആയടി. ഇനി വസു കുഞ്ഞിനെ പ്രസവിക്കുന്നത് എന്റെ അമ്മായിയെ കൊണ്ടുപോലെ തടയാനാവില്ല. നമുക്ക് തടയാൻ പറ്റില്ലേ? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഉടനെ അമ്മയോട് വസുവെടുത്തി കൺസീവ് ആണെന്ന് പറയാം. അമ്മയ്ക്ക് ഈ കാര്യത്തിൽ താല്പര്യമില്ലല്ലോ. എന്നിട്ട് അബിക്ക് നമ്മളോട് ദേഷ്യം തോന്നണോ? എന്നെ ഈ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കണോ? അബിയേട്ടൻ,
അങ്ങനെയൊക്കെ ചെയ്യുമോ? അബിക്ക് നീ ഞാനെന്താ ആ വസുവിനേക്കാൾ വലുതാണോടി? അതും കറക്റ്റാണ്. അപ്പൊ നമ്മളിനി എന്ത് ചെയ്യും ആന്റി? വസുവിന് അബിക്കിടയിൽ എപ്പോഴും ആ കാര്യം സംഭവിച്ചതാ. കുഞ്ഞുണ്ടാവുന്നത് രണ്ടുപേർക്കും ഇഷ്ടം തന്നെയാ. ആ കാര്യം നിന്റെ അമ്മായിയോട് പറയാൻ അവര് രണ്ടുപേരും പേടിക്കുക. പറയണമെന്ന് വീണ്ടും വീണ്ടും കരുതിയാലും എന്തോ കാരണം കൊണ്ട് മടിക്കുക. ഈ വിഷയം ഭാവനയ്ക്കും അറിയാന്ന എന്റെ സംശയം. വസുവിന്റെ കാര്യത്തിൽ എനിക്ക് തുടക്കം മുതലേ സംശയം തോന്നിയതാ. ഈ കാര്യങ്ങളൊക്കെ ആന്റിക്ക് എങ്ങനെ അറിയാം? ആ അബി പറഞ്ഞപ്പോ കേട്ടതല്ലേ, അപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. ഒരു കുഞ്ഞുണ്ടാവാൻ പോവാണെന്ന് അബിയും വസു അമ്മയോട് പറയാൻ പറ്റാതെ നിൽക്കുമ്പോ നമ്മൾ ആ കാര്യം നിന്റെ അമ്മായിയോട് പറഞ്ഞു എന്ന് വെച്ചോ, നമ്മുടെ കാര്യം അതോ ഗതി. നമ്മള് കോമഡി വില്ലൻ അല്ലാതെ സീരിയസ് വില്ലനൊന്നും അല്ല. ഇത്രയും വലിയ ഷോക്കിംഗ് ന്യൂസ് പറയാതെ വെറുതെ വിടാൻ പറ്റുമോ? ആ പറയണം, പക്ഷെ നമ്മള് പോയി പറയാൻ പാടില്ല. അത് അബിയും വസു അറിയാനും പാടില്ല. നമ്മളൊട്ടും ആരും സംശയിക്കുകയും ചെയ്യരുത്. അപ്പോ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞാലോ? അങ്ങനെയൊന്ന് പ്ലാൻ ചെയ്ത് നല്ല സമയം നോക്കി പറയണം. നമ്മൾ കൊടുക്കുന്ന പണിക്ക് നിന്റെ അമ്മായി വസുവിനെ അടിച്ചോടിക്കണം ഇവിടുന്ന്. അവളുടെ ജീവിതം പൊട്ടി നൊക്കിയത് പോലെ ആവണം. എന്നേക്കുമായി അവളുടെ ശല്യം ഇവിടുന്ന് ഒഴിഞ്ഞു കിട്ടണം. സൂപ്പർ ആന്റി, കേൾക്കുമ്പോ തന്നെ എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്നു. ഉടനെ തന്നെ ഒരു അൾട്ടിമേറ്റ് പ്ലാൻ തയ്യാറാക്കാം. അമ്മേ, അച്ഛാ, ഏട്ടാ, ഏട്ടത്തി, അഖിൽ, കാർത്തിക, ഇളയമ്മേ. ഇത് നിങ്ങൾക്ക് ഞങ്ങൾക്ക് ആവശ്യമില്ല ഏട്ടാ. എന്താ അഖിലേ, ആഘോഷമായിട്ട് നീ പുതിയ ഡ്രസ് ഇടില്ലെന്നാണോ? ഞങ്ങൾക്ക് സ്നേഹത്തോടെ തന്നാ വാങ്ങാം അഭിയേട്ടാ. പക്ഷേ ഭിക്ഷ തരുന്നത് പോലെ തന്നാ എങ്ങനെ വാങ്ങും? ഭിക്ഷ ആരാ തന്നത് കാർത്തിക? നീ ഇവിടെ പുതുതായി വന്നിരിക്കുക. ഓരോ വർഷം ദസറയുടെ സമയത്ത് അഭിയാണ് ഡ്രസ്സ് വാങ്ങിച്ചോണ്ട് വരുന്നത്. അതെ മോളെ, ഇതുവരെയും അവൻ ഒരു വർഷം പോലും അത് മിസ് ചെയ്തിട്ടില്ല. ഇനി മുതൽ ഞങ്ങളൊന്നും വാങ്ങിക്കില്ല ഏട്ടാ. ദേവി അത് ഞങ്ങൾ നിർബന്ധിക്കരുത്. നമ്മളൊക്കെ ഒരു ഫാമിലി അല്ലേ അഖിൽ? ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നെന്ന് വെച്ചിട്ട് നീ ഇങ്ങനെ അകൽച്ചയോടെ സംസാരിക്കുന്നത് ശരിയല്ല അഖിൽ. കാർത്തികയെ പോലെ ഞാനും വന്നു കയറിയ മരുമകളാ. പക്ഷെ ഏട്ടനും നീയും കുഞ്ഞിലെ തൊട്ട് കാണുന്നവരാ. ഓരോ വർഷവും ആ ദിവസം പുതിയ ഡ്രസ് ഇട്ടിട്ട് ഈ വർഷം മാത്രം ഇടാതിരുന്ന നിന്റെ ഏട്ടനത് വിഷമാവും. നീ ഇത് വാങ്ങകിൽ. നാളെ ദസറ ആഘോഷിക്കുന്ന ദിവസമല്ലേ? വീട്ടിലെ എന്നത്തെയും പോലെ കന്യകാപൂജ നടത്തണം. എല്ലാവരും സന്തോഷത്തോടെ കഴിയണം.
കന്യക പൂജ എന്ന് വെച്ചാൽ എന്താ അമ്മേ? ബാല ത്രിപുരസുന്ദരി പൂജയാണ് വസു. 11 ചെറിയ പെൺകുട്ടികളെ വീട്ടിൽ വിളിച്ച് അവരെ ദേവിയായി സങ്കല്പിച്ച് പൂജ ചെയ്യണം. വളരെ നല്ല പൂജയാ മോളെ. വീട്ടിൽ എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നാലും കുടുംബ പ്രശ്നം ഉണ്ടായിരുന്നാലും വഴക്കുണ്ടാക്കിയിരുന്നാലും എല്ലാവരുടെയും മനസ്സന്തോഷത്തിന് വേണ്ടി ആ പൂജ ചെയ്യുന്നത് വളരെ നല്ലതാ. നാളെ എല്ലാവരും ആ പൂജയിൽ പങ്കെടുക്കണം. ദയവ് ചെയ്ത് ആരും വരാതിരിക്കരുത്. എല്ലാം നന്നായിട്ട് തന്നെ നടക്കുമെങ്കിൽ നിന്റെ ഈവന്റ് ഉറപ്പായും സക്സസ് ആവും. നാളെ അതിരാവിലെ തന്നെ എല്ലാവരും എഴുന്നേൽക്കണം. നമ്മുടെ വീട്ടിലെ 2 ചെറിയ പെൺകുട്ടികൾ അനുവും കീർത്തിയുണ്ട്. പിന്നെ ഒരു 9 കൊച്ചു പെൺകുട്ടികളെ നമ്മൾ കൂട്ടിക്കൊണ്ടുവരണം. പൂജ ചെയ്യാനുള്ളതാ. ഒരുപാട് ജോലികളുണ്ട്. എല്ലാവരും പോയി ഉറങ്ങിക്കോളൂ. ആംഗ്യ ഭാഷ പഠിക്കുകയാണോ? അല്ല, നാളെ ആ വസുവിന് പൂജയിൽ ഒരു പണി കൊടുക്കാന്. സീരിയസ് ആയിട്ടും? പിന്നെ നമ്മള് കോമഡി വില്ലൻസ് അല്ലേ? സീരിയസിൽ കോമഡി ചെയ്താലാ തെറ്റ്. കോമഡിയെ സീരിയസ് ആക്കി നോക്കിയേ. അതാണ് എന്റെ സൂത്രം. ആന്റിയുടെ പ്ലാൻ എന്താണെന്ന് പറയൂ. വസു ഗർഭിണിയാണെന്ന് നാളെ എല്ലാരും അറിയുന്ന രീതിയിലാ ഞാൻ പ്ലാൻ ചെയ്യുന്നത്. എങ്ങനെ? നാളെ കന്യകാ പൂജ ചെയ്യണോന്ന് നിന്റെ അമ്മായി പറഞ്ഞില്ലായിരുന്നോ? ആ പൂജ ഗർഭിണിയായിരിക്കുന്നവര് ചെയ്യാൻ പാടില്ല. വസു ചെയ്യട്ടെ എന്ന് നമ്മൾ നിന്റെ അമ്മായിയോട് പറയും. വസു ചെയ്യില്ല എന്ന് പറയും. അതെന്താ ചെയ്യാൻ പറ്റാത്തെന്ന് നിന്റെ അമ്മായി ചോദിക്കും. അപ്പോ വസു ഞാൻ ഗർഭിണിയാണെന്ന് പറയും. എങ്ങനെയുണ്ടെടി എന്റെ പ്ലാൻ? നല്ല കോമഡി ആയിട്ടുണ്ട്. അന്ന് അമ്പലത്തിൽ വെച്ച് ശാന്തി പൂജയ്ക്ക് പ്രഗ്നന്റ് ആയവര് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞു. എന്നിട്ടും വസുവേട്ടത്തി ചെയ്തില്ലേ? എന്തെങ്കിലും സംഭവിച്ചോ? നാളത്തെ കന്യാപൂജയിലും വസുവേട്ടത്തി ചെയ്യുമെന്ന് പറയും. ഒന്നും സംഭവിക്കില്ല. അപ്പോ എന്റെ കയ്യിൽ പ്ലാൻ ബി ഉണ്ടടി. എന്താ അത്? സൂപ്പർ പ്ലാൻ ആന്റി. ഈ പ്ലാൻ ഫെയിൽ ആവുന്നില്ല. അടിപൊളിയായിട്ടുണ്ട് ഐഡിയ. പ്ലാൻ എ പ്രാവർത്തികമാക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ആയിട്ട് പ്ലാൻ ബി അപ്ലൈ ചെയ്തോളൂ. വസുവേട്ടത്തിയുടെ കഥ ഇതോടെ തീരും. പ്ലാൻ ബി അത്രയ്ക്ക് ഇഷ്ടായോടി? പെർഫെക്റ്റ് ആണ് ആന്റി. വസുവേട്ടത്തിക്ക് കുഞ്ഞ് ജനിച്ച അഭിയേട്ടന്റെ ജീവൻ ആപത്താണെന്ന് എന്റെ മോം സ്വാമിജിയെ കൊണ്ട് പറയിപ്പിച്ച കള്ളം അമ്മയുടെ മനസ്സിൽ സ്ട്രോങ് ആയിട്ട് നിപ്പുണ്ട്. അതിനെ ആന്റിയും ഞാനും ചേർന്ന് കുറച്ചും കൂടി സ്ട്രോങ് ആക്കണം. ഇപ്പോ അഭിയേട്ടന് എന്ത് സംഭവിച്ചാലും അമ്മ പേടിച്ചു പോകും. ഈ സമയത്ത് വസുവേട്ടത്തി പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞാ അമ്മയ്ക്ക് വെറുപ്പാകും. വസുവേട്ടത്തിയെ ചുട്ട് ചാമ്പലാക്കും. അതാടി നമുക്ക് വേണ്ടത്. നാളെ വസു ഗർഭിണിയാണെന്ന് അറിയുമ്പോ എനിക്കറിയാവുന്നിടത്തോളം നിന്റെ അമ്മായി 2 കാര്യങ്ങൾ ചെയ്യും. അതിലൊന്ന്, ഉടൻ തന്നെ വസുവിനോട് അബോർഷൻ ചെയ്യാൻ വേണ്ടി പറയും. വസു അതിന് സമ്മതിക്കില്ല. പിന്നെ രണ്ടാമത്തെ വഴി എന്താണ്? നമ്മൾ വിചാരിച്ച വഴി തന്നെടി. അബോർഷന് സമ്മതിക്കാത്ത വസുവിനെ അബിയുടെ ജീവന് വേണ്ടി അടിച്ച് പുറത്താക്കൂടി.
അതിന് അഭിയേട്ടൻ സമ്മതിക്കോ? ഞാൻ ആത്മഹത്യ ചെയ്യുന്നു പറഞ്ഞിട്ടായാലും നിന്റെ അമ്മായി അബിയെ കൊണ്ട് സമ്മതിപ്പിക്കും. അപ്പോ നമ്മുടെ പ്ലാൻ രണ്ട് സൈഡിലും ഫലം ചെയ്യുമല്ലേ? ഒന്ന്, വസുവേട്ടത്തേക്ക് കുഞ്ഞ് ജനിക്കാതെ തടയുന്നത്. രണ്ട്, വസുവേട്ടത്തിയെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നത്. ഒരു പെണ്ണ് അബോർഷന് സമ്മതിക്കില്ല. നാളെ വസു ഈ വീട്ടിൽ നിന്ന് പുറത്താകുന്നുള്ളത് ഉറപ്പാ. ആന്റി, നിങ്ങൾ സൂപ്പറാണ് ആന്റി. ആന്റി, താങ്ക് യു സോ മച്ച് ആന്റി. എനിക്ക് വേണ്ടി എത്ര വലിയ പ്ലാൻ ആലോചിച്ചത്. മണ്ടി പെണ്ണേ, നിനക്ക് വേണ്ടി അല്ലടി, ഞാൻ എനിക്ക് വേണ്ടി ഈ പ്ലാൻ ചെയ്തത്. എനിക്ക് രണ്ടാം കല്യാണം നടത്തി തരാത്ത ഈ വീട്ടില് അബിയും വസുവും രണ്ടാമതൊരു കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കുന്നു. അവരെ രണ്ടുപേരെയും പിരിച്ച് ഈ വീട് ചിന്ന ഭിന്നമാക്കി എന്റെ മനസ്സിന്റെ കല്ല് ഞാൻ ഇറക്കും. അതാടി എന്റെ ലക്ഷ്യം. എന്താ വസുന്ധരെ, ഞാൻ വാങ്ങിക്കൊണ്ടുവന്ന സാരി കൊള്ളാമോ കൊള്ളൂലേ നോക്കുവാണോ? വളരെ നന്നായിട്ടുണ്ട് ഏട്ടാ. ഇതുപോലൊരു സാരി എടുക്കണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെന്താ ചോദിക്കാതിരുന്നേ? ചോദിക്കാതെ തന്നെ ഏട്ടൻ എനിക്ക് വാങ്ങിത്തരുന്നുണ്ടല്ലോ. തനിക്ക് എന്താണ് വേണ്ടതെന്ന് എനിക്കറിയില്ലല്ലോ. ഏട്ടൻ തരുന്നത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നത്.